യെസ്, ഏതായാലും വിപണിയിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 21,593 എന്നുള്ള ഒരു നിലവാരത്തിൽ നിഫ്റ്റി നിലവിൽ പെർഫോം ചെയ്യുകയാണ്. 6 കമ്പനികൾ ഒഴികെ ബാക്കി എല്ലാ ഓഹരികളിലും കാര്യമായിട്ടുള്ള ഒരു ഇടിവ് രേഖപ്പെടുത്തുന്നു. ഇന്നത്തെ ഒരു വിപണിയെ സംബന്ധിച്ചിടത്തോളം US പണപ്പെരുപ്പ കണക്കുകൾ, US CPI ഡേറ്റ പ്രതീക്ഷിച്ചതിനും മുകളിലായിരുന്നത് വിപണിക്ക് ഒരു നെഗറ്റീവ് ഇമ്പാക്ട് നൽകിയിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാനായിട്ട്. പ്രധാനപ്പെട്ട സെക്ടറൽ സൂചികകളിലും ഓഹരികളിലും ഒക്കെ തന്നെ ഒരു ഇടിവ് കാണുന്നുണ്ട്. ഇന്നത്തെ ഒരു മാർക്കറ്റിനെ സാർ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? So at the moment, നിഫ്റ്റിയുടെ കേസിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സപ്പോർട്ട് ഏരിയ 21,400 ആയിരിക്കണം. 21,400 പോയിന്റിന്റെ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ മാത്രം ദ ഷോർട്ട് ടേം ട്രെൻഡ് വിൽ ടേൺ ബെയറിഷ്. ആൻഡ് അറ്റ് ദ സെയിം ടൈം നമുക്കൊരു തിരിച്ച ബുള്ളിഷ്നെസ് വരുന്നെങ്കിൽ ഇന്ന് നിഫ്റ്റി 50 22,150 പോയിന്റിന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. ബാങ്കിലേക്ക് വരുന്ന സമയത്ത് 440 പോയിന്റിന്റെ ഒരു ഇടിവാണ് നിലവിൽ രേഖപ്പെടുത്തുന്നത്. ഇന്നത്തെ ഇൻട്രാഡേയിൽ 45,000 എന്നൊരു ലെവല് കൈവിട്ട് 44,988 എന്ന റേഞ്ചിലേക്ക് മൂവ് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നിഫ്റ്റി ബാങ്കിലേക്ക് വരുമ്പോഴും ഒരു ഓഹരിക്ക് പോലും ഇന്നിപ്പോൾ ഒരു പച്ചയിൽ വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകാൻ ആദ്യ നിമിഷങ്ങളിൽ സാധിക്കുന്നില്ല. ഭൂരിഭാഗം ഓഹരികളും ഒരു ഇടിവ് തന്നെയാണ്. പ്രത്യേകിച്ചും HDFC ബാങ്ക് ഒക്കെ തന്നെ വളരെയധികം നിഫ്റ്റിയെ ഡ്രാഗ് ചെയ്യുന്നുണ്ട്. 1.5% ഇടിവിലേക്ക് വഴിമാറിയിട്ടുണ്ട്. നിഫ്റ്റി ബാങ്കിനെ സംബന്ധിച്ച് സാറിന്റെ ഒരു വിലയിരുത്തൽ എന്താണ്? സോ നിഫ്റ്റി ബാങ്കിന്റെ കേസിൽ ഓൾറെഡി കഴിഞ്ഞ ഒരു 2-3 ആഴ്ചകളായിട്ട് ഷോർട്ട് ടേം ട്രെൻഡ് ഓൾറെഡി ബെയറിഷ് ആയിരുന്നു. സോ ഇന്നത്തെ ഒരു കനത്ത സെല്ലിംഗ്, കനത്ത ഒരു ഇടിവ് ഒരു വിധത്തിൽ എന്നെ അത്ഭുതപ്പെടുത്തുന്നില്ല. നിഫ്റ്റി ബാങ്കിന്റെ കേസിൽ ഏറ്റവും മുഖ്യമായിട്ട് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് ഏരിയ 44,400. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ലോങ് ടേം ട്രെൻഡ് പോലും ബെയറിഷായി മാറും. യെസ് പ്രദീപ് സർ, അതോടൊപ്പം തന്നെ ഇപ്പോൾ സെക്ടറൽ സൂചികകളിൽ 2% മുകളിൽ ഏറ്റവും അധികം ഇടിവ് നൽകുന്നത് നിഫ്റ്റി IT-യുടെ ഭാഗത്ത് നിന്നുമാണ്. നിലവിൽ 37,439 എന്നുള്ള ഒരു നിലവാരത്തിലാണ് നിഫ്റ്റി IT ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ ഒരു വ്യാപാരത്തിൽ നിഫ്റ്റി IT-യുടെ ട്രെൻഡ് എങ്ങനെയാണ്? സോ നിഫ്റ്റി IT ഇൻഡെക്സിന്റെ ഷോർട്ട് ആൻഡ് ലോങ് ടേം ട്രെൻഡ് നിലവിൽ ബുള്ളിഷായി തന്നെ തുടരുന്നു. നിഫ്റ്റി IT ഇൻഡെക്സിന്റെ കേസിൽ 37,180 പോയിന്റ് ആയിരിക്കണം നമ്മൾ സപ്പോർട്ടായിട്ട് ഉള്ളത്. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷായി മാറും. സ്റ്റോക്ക് സ്പെസിഫിക് ആയി ചോദിക്കുമ്പോൾ അപ്പോളോ ടയേഴ്സിനെ കുറിച്ചാണ് ആദ്യം ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇന്നിപ്പോൾ 1% ഒരു ഇടിവാണ് ഇപ്പോൾ രേഖപ്പെടുത്തുന്നത്. 506 രൂപ എന്ന റേഞ്ചിലാണ് അപ്പോളോ ടയേഴ്സ് ട്രേഡിംഗ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. കഴിഞ്ഞൊരു വീക്കിലെ പെർഫോമൻസ് ഇത് വിലയിരുത്തുമ്പോൾ 9% ഒരു നെഗറ്റീവ് റിട്ടേൺ ആണ് ഈ ഒരു സ്റ്റോക്ക് നൽകിയിരിക്കുന്നത് എന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോളോ ടയേഴ്സിന്റെ മുന്നോട്ടേക്കുള്ള ട്രെൻഡ് എങ്ങനെയാണ്? പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? സോ അപ്പോളോ ടയേഴ്സിന്റെ നിലവിലുള്ള ലോങ് ടേം ട്രെൻഡ് ഇസ് ബുള്ളിഷ്, ബട്ട് ഷോർട്ട് ടേം ട്രെൻഡിൽ ഒരു അല്പം വീക്ക്നെസ് കാണാൻ സാധിക്കുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ചത്തെ ട്രേഡിംഗിൽ സ്റ്റോക്ക് ഒരു റെക്കോർഡ് ഓൾ ടൈം ഹൈ ലെവലിലോട്ട് എത്തിയിരുന്നു, 557 രൂപ. അതിനെ തുടർന്ന് ഇറ്റ് ഇസ് വിറ്റ്നസിങ് എ ലോട്ട് ഓഫ് പ്രോഫിറ്റ് ടേക്കിംഗ്. സ്റ്റോക്കിന്റെ കേസിൽ 2 ഇമ്പോർട്ടൻറ്റ് സപ്പോർട്ട് ലെവൽസ് നമ്മൾ ശ്രദ്ധിച്ചിരിക്കുന്നത്. ആദ്യത്തെ 498 രൂപയും അതിനെ തുടർന്ന് 478 രൂപയും. റിലയൻസ് ഇൻഡസ്ട്രീസിനെ സംബന്ധിച്ചിടത്തോളം ഇന്നലത്തെ വ്യാപാരത്തോടെ വിപണി മൂല്യം 20 ലക്ഷം കോടി എന്ന നിലവാരം മറികടന്നിട്ടുണ്ടായിരുന്നു. ഇന്ത്യയിൽ ലിസ്റ്റ് ചെയ്ത ഒരു കമ്പനി ആദ്യമായാണ് ഈ ഒരു മൈൽ സ്റ്റോൺ അച്ചീവ് ചെയ്യുന്നത്. ഈ റെക്കോർഡ് നേട്ടത്തിൽ എത്തി നിൽക്കുന്ന ഈ ഒരു സ്റ്റോക്കിൽ ഇനിയും ഒരു മുന്നേറ്റത്തിന്റെ സാധ്യത എത്രമാത്രമാണ്? സോ റിലയൻസ് ഇൻഡസ്ട്രിയുടെ കേസ് എടുത്തു കഴിഞ്ഞാൽ നവംബർ മാസത്തിന് ശേഷം തുടർച്ചയായിട്ട് വി ആർ സീയിങ് എ ലോട്ട് ഓഫ് ബൈയിങ് ഇൻട്രസ്റ്റ്. സോ ഇതൊരു ഓവർ ഹീറ്റഡ്, ഓവർ വാല്യൂഡ് സ്റ്റോക്ക് എന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. ഐ സ്റ്റിൽ ഫീൽ ഇതിൽ ഒത്തിരി അപ്സൈഡ് പൊട്ടൻഷ്യൽ ഉള്ള ഒരു സ്റ്റോക്കായിട്ടാണ് ഞാൻ വിലയിരുത്തുന്നത്. സോ ഇന്നലത്തെ ട്രേഡിംഗിലെ സ്റ്റോക്ക് ഒരു റെക്കോർഡ് ഓൾ ടൈം ഹൈ എത്തിയതിനെ തുടർന്ന് നമുക്ക് ലോ റിസ്ക് ആയിട്ട് പുതിയൊരു എൻട്രി അവസരം ലഭിക്കുന്നില്ല. നമ്മുടെ കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 2,870 രൂപ സപ്പോർട്ടായിട്ട് വാച്ച് ചെയ്യണം. യെസ്, ഒപ്പം തന്നെ ഇന്നത്തെ വിപണിയിൽ സൊമാറ്റോയെ സംബന്ധിച്ച് 1.5% ഒരു ഇടിവ് പ്രകടമാക്കുന്നുണ്ട്. 152 രൂപ 45 പൈസ എന്ന റേഞ്ചിലാണ് ഇപ്പോൾ വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. സൊമാറ്റോയിലുള്ള സാറിന്റെ ഒരു വ്യൂ എന്താണ്? സൊമാറ്റോയിൽ ഒരു എൻട്രി പോസിബിൾ ആവണമെങ്കിൽ ശ്രദ്ധിക്കേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? സോ സൊമാറ്റോയുടെ കേസിൽ ലാസ്റ്റ് ഒരു മേജർ ബോട്ടം നമുക്ക് കാണാൻ സാധിക്കുന്നത് 122 രൂപയല്ല,
അത് ജനുവരി മാസത്തിലായിരുന്നു ആ ഒരു ലെവലെത്തിയത്. ആൻഡ് മിഞ്ഞാന്നത്തെ ട്രേഡിംഗിൽ സ്റ്റോക്ക് 159 രൂപ വരെ നമുക്ക് നേട്ടം നൽകിയിരുന്നു. സോ നാച്ചുറലി സ്റ്റോക്ക് ഇസ് ഡ്യൂ ഫോർ സ്മോൾ പ്രോഫിറ്റ് ടേക്കിംഗ്. സോ നമ്മളിപ്പോൾ ഇനി ശ്രദ്ധിച്ചിരിക്കേണ്ടത് 138, 140 ആ ഒരു റേഞ്ച് ആയിരിക്കാം നമ്മൾ സപ്പോർട്ടിന് വേണ്ടി ശ്രദ്ധിച്ചിരിക്കേണ്ടത്. യെസ് പ്രദീപ് സാർ, TRF-നെ കുറിച്ചാണ് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. നിലവിൽ 2.49% ഒരു ഇടിവ് ഈ ഒരു സ്റ്റോക്കിൽ രേഖപ്പെടുത്തുന്നുണ്ട്. കഴിഞ്ഞ 6 സെഷനുകളിലായിട്ട് ടാറ്റ ഗ്രൂപ്പിന്റെ ഒരു ഭാഗമായ ഈ സ്മോൾ ക്യാപ് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം നിയർലി 100% റിട്ടേൺ നിക്ഷേപകർക്ക് നൽകിയിട്ടുള്ള ഒരു സ്റ്റോക്കാണ്. കഴിഞ്ഞ ഒരു ദിവസത്തെ പെർഫോമൻസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ 510 രൂപ എന്ന നിലയോടെ 13 വർഷ കാലയളവിലെ ഏറ്റവും ഉയർന്ന നിലവാരത്തിൽ ഈ ഒരു സ്റ്റോക്ക് എത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. 2022 ടാറ്റ സ്റ്റീൽ കമ്പനിയിലേക്ക് TRF-നെ ലയിക്കാൻ തീരുമാനിപ്പിച്ചിരുന്നു. ഈ ഒരു തീരുമാനം നടപ്പാക്കുന്നില്ല എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് കമ്പനി എത്തിയതോടെയാണ് സ്റ്റോക്ക് വീണ്ടും ഒരു മുന്നേറ്റത്തിനുള്ള ഒരു സാധ്യത പ്രകടമാക്കി തുടങ്ങിയത്. ഇത്തരത്തിലുള്ള വാർത്തകളുടെ അടിസ്ഥാനത്തിൽ മാത്രം വലിയ മുന്നേറ്റം നടത്തുന്ന ഈ ഒരു സ്റ്റോക്കിനെ സാർ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? സോ അല്പം ഓവർ ഹീറ്റഡ് ആയിട്ട് ഈ സ്റ്റോക്കിനെ കാണുന്നത്. ആൻഡ് നമ്മുടെ കയ്യിൽ ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ ഈ സമയത്ത് നമ്മൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനായിട്ട് തന്നെ ശ്രമിക്കണം. കറക്ഷൻ നടക്കുന്ന സമയത്ത് നമുക്കൊരു 340, 360 റേഞ്ചിൽ നമുക്ക് ലോങ് പൊസിഷൻ എടുക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു സമയത്ത് കൺസിഡർ ചെയ്യാം. ഭാരത് ഡൈനാമിക്സിനെ കുറിച്ചാണ് ഞാൻ ചോദിക്കുന്നത്. 1.25% ഒരു ഇടിവ് ഭാരത് ഡൈനാമിക്സിന്റെ ഓഹരിയിൽ കാണുന്നുണ്ട്. 1567 രൂപ എന്ന റേഞ്ചിലാണ് ഭാരത് ഡൈനാമിക്സ് ഇപ്പോൾ ട്രേഡിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു സ്റ്റോക്കിൽ മുന്നോട്ടേക്കുള്ള സാറിന്റെ ഒരു വ്യൂ എന്താണ്? ഭാരത് ഡൈനാമിക്സിനെ സംബന്ധിച്ചിപ്പോൾ ഈ ഒരു വർഷം ആരംഭിച്ചതിന് ശേഷം ശക്തമായിട്ടൊരു മൂവ്മെന്റ് രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒരു സ്റ്റോക്കിന് സാധിച്ചിട്ടില്ല. ഭാരത് ഡൈനാമിക്സിന്റെ ഒരു ട്രെൻഡ് എങ്ങനെയാണ്? സോ ഭാരത് ഡൈനാമിക്സ് കഴിഞ്ഞ ആഴ്ചത്തെ ട്രെയിനിൽ 1921 രൂപ എത്തിയതിനു ശേഷം ദാറ്റ് വാസ് എ റെക്കോർഡ് ഓൾ ടൈം ഹൈ. അതിനുശേഷം കഴിഞ്ഞ 3 സെഷൻസിൽ നമുക്ക് നല്ലൊരു പ്രോഫിറ്റ് ടേക്കിംഗ് കാണാൻ സാധിച്ചു. ആ ഒരു പ്രോഫിറ്റ് ടേക്കിങ്ങിനെ തുടർന്ന് അൺഫോർച്ചുനേറ്റ്ലി ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷായി മാറിയിട്ടുണ്ട്. സോ നമ്മുടെ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ ആ ലോങ് പൊസിഷൻ വൈൻഡ് അപ്പ് ചെയ്യാൻ ശ്രമിക്കുക. പുതിയ ലോങ് പൊസിഷൻസ് ഈ ലെവൽസിൽ അഡ്വൈസബിൾ അല്ല. യെസ് പ്രദീപ് സർ, അതോടൊപ്പം തന്നെ NLC ഇന്ത്യയെ കുറിച്ചാണ് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. ഈ ഒരു സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം ഇന്നലെ മികച്ച ഒരു പെർഫോമൻസ് നടത്തിയിട്ടുണ്ടായിരുന്നു. 12.5% മുകളിൽ ഒരു നേട്ടം നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഒരു മിഡ് ക്യാപ്പ് പൊതുമേഖലാ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നിലവിൽ ഒരു ഇടിവിലാണ്. ഇന്നലത്തെ ഒരു വലിയ മുന്നേറ്റത്തിന് ശേഷമുള്ള ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ആയിട്ട് വേണമെങ്കിൽ NLCയെ സംബന്ധിച്ചിടത്തോളം വിലയിരുത്താം. കമ്പനിയുടെ ഒരു പെർഫോമൻസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ NLC കഴിഞ്ഞ ഒരു വർഷം മൾട്ടി ബാഗർ റിട്ടേൺ നൽകിയിട്ടുള്ള ഒരു സ്റ്റോക്ക് കൂടിയാണ്. ഈ ഒരു പൊതുമേഖലാ കമ്പനിയെ സാർ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? സോ NLC ഇന്ത്യയുടെ കേസിൽ അൺഫോർച്ചുനേറ്റ്ലി അഗെയിൻ ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷായി വഴിമാറിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമ്മുടെ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ ബെസ്റ്റ് സ്ട്രാറ്റജി അത് വൈൻഡ് അപ്പ് ചെയ്യുന്നതായിരിക്കും. സ്റ്റോക്കിന് 285 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ മാത്രമേ വീണ്ടും നമുക്കൊരു സേഫ് എൻട്രി ഓപ്പർച്യൂണിറ്റി ലഭിക്കാൻ പോകുന്നുള്ളൂ. കറക്ഷൻ നടക്കുന്ന സമയത്ത് സ്റ്റോക്ക് 200 രൂപയുടെ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ സ്റ്റോക്കിലെ കനത്ത സെല്ലിങ്ങിന് നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കണം. ഒപ്പം തന്നെ പ്രധാനമായിട്ടും ചോദിക്കാൻ ആഗ്രഹിക്കുന്ന മറ്റൊരു സ്റ്റോക്ക് എന്ന് പറയുന്നത് ബജാജ് ഫിനാൻസും ഒപ്പം തന്നെ ബജാജ് കൺസ്യൂമർ കെയറുമാണ്. ഈ 2 സ്റ്റോക്കും ഇന്നത്തെ വിപണിയിൽ ഒരു സമ്മിശ്രം, അതായത് ബജാജ് കൺസ്യൂമർ 0.95% ഒരു മുന്നേറ്റം രേഖപ്പെടുത്തുന്നുണ്ട്. എന്നാൽ ബജാജ് ഫിനാൻസിനെ സംബന്ധിച്ച് 0.31% ഒരു ഇടിവാണ് രേഖപ്പെടുത്തുന്നത്. ഈ 2 സ്റ്റോക്കിലുമുള്ള സാറിന്റെ ഒരു വ്യൂ എന്താണ്? അൺഫോർച്ചുനേറ്റ്ലി 2 സ്റ്റോക്കിന്റെയും ലോങ് ടേം ട്രെൻഡ് ബെയറിഷായിട്ട് കാണുന്നത്. 2 സ്റ്റോക്കിലും ലോ റിസ്കിൽ ഒരു ബൈങ് അവസരം അറ്റ് ദ മൊമെന്റ് എനിക്ക് കാണാൻ സാധിക്കുന്നില്ല. അറ്റ് ദ മൊമെന്റ് ഈ സ്റ്റോക്ക് രണ്ടും വെറുതെ വിട്ടേക്കുക. പ്രദീപ് സാർ, രാജേഷ് എക്സ്പോർട്സിനെ കുറിച്ചാണ് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇന്ന് സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം 1.5% മുകളിൽ ഒരു നേട്ടം നൽകുന്നുണ്ട്. രാജേഷ് എക്സ്പോർട്സ് 339 രൂപയിലാണ് ട്രേഡ് മുന്നോട്ട് പോകുന്നത്. നിക്ഷേപകരെ ഒരു നിരാശപ്പെടുത്തുന്ന രീതിയിലേക്കുള്ള പെർഫോമൻസ് ആണ് രാജേഷ് എക്സ്പോർട്സ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറയാം. കഴിഞ്ഞ 6 മാസത്തെ ഇടിവ് 37%-ലധികമാണ്. കഴിഞ്ഞ ഒരു വർഷവും 56%-ലധികം ഒരു നെഗറ്റീവ് റിട്ടേൺ തന്നെയാണ് ഈ ഒരു സ്റ്റോക്ക് നൽകിയിട്ടുള്ളത്. അവസാനമായിട്ട് 52 ആഴ്ചയിലെ ഉയരം താണ്ടിയത്
ചെയ്തത് 1 വർഷത്തിന് മുന്നുള്ള ഒരു കാലഘട്ടത്തിലായിരുന്നു. ഈ ഒരു സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം ഒരു തിരിച്ചുവരവിനുള്ള ഒരു സാധ്യത എത്രമാത്രമാണ്? സ്റ്റോക്കിന്റെ പെർഫോമൻസിനെ സാർ എങ്ങനെയാണ് അനലൈസ് ചെയ്യുന്നത്? സ്റ്റോക്ക് വരാനുള്ള ഒരു സാധ്യതയും ഇപ്പൊ കാണാൻ എനിക്ക് സാധിക്കുന്നില്ല. കമ്പനിയുടെ ഫൈനാൻഷ്യൽസും അത്ര മികച്ചതല്ല. കമ്പനിയുടെ ചാർട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എല്ലാ ട്രെൻഡും വളരെ ബെയറിഷായിട്ടാണ് കാണുന്നത്. സ്റ്റോക്കിൽ ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ട് കട്ട് ചെയ്യുക. ഒരു പുതിയ എൻട്രി ലഭിക്കണമെങ്കിൽ സ്റ്റോക്ക് എവിടെയെങ്കിലും വെച്ചിട്ട് ഒരു ബോട്ടമിങ് ഔട്ട് പാറ്റേൺ നമുക്ക് തരണം. അറ്റ് ദ മൊമെന്റ് അങ്ങനെ ഒരു ബോട്ടമിങ് ഔട്ട് പാറ്റേൺ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. പേടിഎമ്മിനെ സംബന്ധിച്ച് 5% ഇടിവാണ് ഇപ്പോൾ പേടിഎമ്മിന്റെ ഓഹരികൾ രേഖപ്പെടുത്തുന്നത്. 358 രൂപ എന്നുള്ള റേഞ്ചിൽ വീണ്ടും ഇടിയുന്ന ഒരു സ്ഥിതി തന്നെയാണ് പേടിഎമ്മിനെ സംബന്ധിച്ചുള്ളത്. പേടിഎമ്മിലുള്ള സാറിന്റെ ഒരു വ്യൂ എന്താണ്? നിലവിൽ കൈവശം ഓഹരികൾ ഉള്ള നിക്ഷേപകർ സ്വീകരിക്കേണ്ട ഒരു സ്റ്റാൻസ് എന്താണ്? സോ പേടിഎമ്മിന്റെ കേസിൽ കഴിഞ്ഞ ആഴ്ച തന്നെ നമുക്കൊരു സെൽ സിഗ്നൽ ലഭിച്ചിരുന്നു. ആൻഡ് പേടിഎമ്മിൽ കഴിഞ്ഞ 2-3 ആഴ്ചകളായിട്ട് നമുക്ക് ഒത്തിരി നെഗറ്റീവ് വാർത്തകളാണ് കേൾക്കുന്നത്. സോ അതിനെയൊക്കെ തുടർന്ന് ഒത്തിരി റിസ്ക്, ഒത്തിരി അൺസർട്ടനിറ്റി പേടിഎമ്മിന്റെ കേസിലുണ്ട്. പൂർണ്ണമായിട്ടും ഈ സ്റ്റോക്കിൽ ഒരു ലോങ് പൊസിഷൻ അവോയ്ഡ് ചെയ്യുക. പ്രദീപ് സർ, ഡെൽറ്റ കോർപ്പിനെ കുറിച്ചാണ് ചോദിക്കുന്നത്. നിലവിൽ ഒരു 0.5% മുന്നേറ്റം സ്റ്റോക്ക് നൽകുന്നുണ്ട് എന്നെങ്കിൽ കൂടിയും കഴിഞ്ഞ ഒരു വർഷത്തെ പെർഫോമൻസും ഇയർ ടു ടിൽ ഡേറ്റും ഒക്കെ തന്നെ നെഗറ്റീവ് റിട്ടേൺ നൽകിയ ഒരു സ്റ്റോക്കാണ്. ഈ വർഷം 6.99% ഒരു നെഗറ്റീവ് റിട്ടേൺ ആണ് ഡെൽറ്റ കോർപ്പ് ഇൻവെസ്റ്റേഴ്സിന് സമ്മാനിച്ചിട്ടുള്ളത്. ഈ ഒരു സ്റ്റോക്ക് ഇനിയും ഹോൾഡ് ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ടോ? ഡെൽറ്റ കോർപ്പിന്റെ കേസിൽ ഫൈനാൻഷ്യൽസിനെ കുറിച്ച് എനിക്ക് കമന്റ് ഒന്നുമില്ല. ബട്ട് ചാർട്ട് ശ്രദ്ധിക്കുമ്പോഴേക്കും നമുക്ക് കാണാൻ സാധിക്കുന്ന ലോങ് ടേം ട്രെൻഡ് വളരെ ബെയറിഷായിട്ടാണ് കാണുന്നത്. സ്റ്റോക്ക് 122 രൂപയിൽ ഒരു ബോട്ടം ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ബട്ട് ആ ഒരു ബോട്ടം നമുക്ക് കൺഫർമേഷൻ ലഭിക്കണമെങ്കിൽ സ്റ്റോക്ക് 175 രൂപയുടെ മുകളിൽ ക്ലോസ് ചെയ്യണം. എങ്കിൽ മാത്രമേ സ്റ്റോക്കിൽ നമുക്കൊരു ബോട്ടം വന്നു എന്ന് വിലയിരുത്താൻ സാധിക്കത്തുള്ളൂ. എങ്കിൽ മാത്രമേ നമുക്ക് ഈ സ്റ്റോക്കിൽ ഒരു പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ സാധിക്കത്തുള്ളൂ. ഇന്നത്തെ വിപണിയിൽ SBI കാർഡ്സിന്റെ ഓഹരികളെ സംബന്ധിച്ച് 0.71% ഇടിവ് രേഖപ്പെടുത്തുന്നുണ്ട്. 715 രൂപ എന്ന റേഞ്ചിലാണ് SBI കാർഡിന്റെ ഓഹരികൾ മുന്നോട്ട് പോകുന്നത്. ഒരു ലോങ് ടേം പെർസ്പെക്ടീവിൽ SBI കാർഡ് നമുക്ക് കൺസിഡർ ചെയ്യാൻ സാധിക്കുമോ? അൺഫോർച്ചുനേറ്റ്ലി പറ്റത്തില്ല. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റോക്കിന്റെ ലോങ് ടേം ട്രെൻഡ് നോക്കിക്കഴിഞ്ഞാൽ അഗെയിൻ ഇറ്റ് ഇസ് വെരി ബെയറിഷ്. സോ സ്റ്റോക്ക് 690 രൂപയിൽ ഒരു സപ്പോർട്ട് ബേസ് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ബട്ട് അവിടെ ആ ഒരു കൺഫർമേഷൻ നമുക്ക് ഇതുവരെയും ലഭിച്ചിട്ടുമില്ല. സോ ട്രെൻഡ് ബെയറിഷ് ആയതിനെ തുടർന്ന് ബെറ്റർ ടു അവോയ്ഡ് ലോങ് പൊസിഷൻസ്. എസ് പ്രദീപ് സർ, അതോടൊപ്പം തന്നെ ബൊറോസിൽ റിന്യൂവബിൾസ് എന്ന് പറയുന്ന ഒരു സ്മോൾ ക്യാപ് കമ്പനിയെ കുറിച്ചാണ് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇന്നലെ ഒരു മികച്ച മുന്നേറ്റം ഈ ഒരു സ്റ്റോക്കിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. ഇന്ന് 2% ഒരു ഇടിവാണ് രേഖപ്പെടുത്തുന്നത്. സ്റ്റോക്ക് നിലവിൽ ട്രേഡ് ചെയ്യുന്നത് 528 രൂപ എന്നുള്ള ഒരു നിലവാരത്തിലുമാണ്. ബൊറോസിൽ റിന്യൂവബിളിന്റെ കേസിൽ നമുക്ക് ഒത്തിരി സ്പെക്കുലേറ്റീവ് ആക്ടിവിറ്റി ഈ വർഷത്തിന്റെ സ്റ്റാർട്ടിംഗ് മുതൽ നമുക്ക് ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഡിസംബർ മാസത്തിൽ വെറും 419 രൂപയിൽ ട്രേഡ് ചെയ്യുന്ന സ്റ്റോക്ക് ഈ വർഷത്തിന്റെ സ്റ്റാർട്ടിങ്ങിൽ 663 രൂപ വരെ നേട്ടം നൽകിയിരുന്നു. അതിനെ തുടർന്ന് കനത്ത സെല്ലിംഗ് ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നുണ്ട്. സോ ഹൈ റിസ്ക് ഹൈ റിട്ടേൺ സ്റ്റോക്കിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു സപ്പോർട്ട് കാണാൻ സാധിക്കുന്നത് 460 രൂപയിൽ. 460 രൂപയുടെ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ പിന്നെ ഈ സ്റ്റോക്കിലെ ലോങ് പൊസിഷൻ ഒന്നും തന്നെ മെയിൻറ്റെയിൻ ചെയ്യരുത്. സ്റ്റോക്കിന്റെ മേജർ റെസിസ്റ്റൻസ് 600 രൂപയിലാണ് കാണുന്നത്. ഇന്നിപ്പോൾ സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ ഓഹരികളിലേക്ക് നോക്കുമ്പോൾ 1% ഒരു ഇടിവോടുകൂടി 33 രൂപ എന്ന റേഞ്ചിലേക്ക് താഴ്ന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ ഓഹരികൾ കൈവശമുള്ള നിക്ഷേപകർ സ്വീകരിക്കുന്ന ഒരു സ്റ്റാൻസ് എന്താണ്? കേസിൽ ഒന്നും ചെയ്യാനില്ല. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ആഴ്ച റെക്കോർഡ് ഓൾ ടൈം ഹൈ 40 രൂപ എത്തിയതിനു ശേഷം നമ്മൾ സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ കേസിലും വി ആർ സീയിങ് പ്രോഫിറ്റ് ടേക്കിംഗ് ഹാപ്പനിങ്. സോ സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ ചാർട്ട് പെർഫോമൻസ് നോക്കുമ്പോഴേക്കും അത് PSU ബാങ്ക് ഇൻഡെക്സിന്റെ കൂടെ തന്നെ അത് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ട് എനിക്ക് കാണുന്നത്. സോ PSU ബാങ്കിങ് സെക്ടറിൽ വി ആർ സീയിങ് എ ലോട്ട് ഓഫ് പ്രോഫിറ്റ് ടേക്കിംഗ്. അതേ കാര്യം നമുക്ക് സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ കേസിലും കാണാൻ സാധിക്കുന്നത്. സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ കേസിൽ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ടത് ഇസ് ദ സപ്പോർട്ട് ബിറ്റ്വീൻ 29 രൂപ ആൻഡ് 30 രൂപ. ആ ഒരു റേഞ്ചിൽ നമുക്ക് ലോങ് പൊസിഷൻ എടുക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ
അതൊരു ലോ റിസ്ക് ബൈങ് അവസരമായിരിക്കും. ഭാരത് ഹെവി ഇലക്ട്രിക്കൽസിനെ കുറിച്ചാണ് സർ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ക്വാർട്ടർലി റിസൾട്ട്സ് കമ്പനി പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. അതിന്റെ ഒരു ഇമ്പാക്ട് എന്നോണം ഇന്ന് 1% ഒരു ഇടിവ് സ്റ്റോക്കിൽ രേഖപ്പെടുത്തുന്നുണ്ട്. ആ ഒരു ഫൈനാൻഷ്യൽ ഡീറ്റെയിൽസിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ അത്ര ഭേദപ്പെട്ട റിസൾട്ടുകൾ ആയിരുന്നില്ല കമ്പനി പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നത്. 163 കോടി രൂപയുടെ സ്റ്റാൻഡ് അലോൺ നെറ്റ് ലോസ് ആണ് കമ്പനി ഈ ഒരു ക്വാർട്ടറിൽ കഴിഞ്ഞ ഡിസംബർ പാദത്തിൽ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നത്. ഒരു പെർഫോമൻസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ വർഷം തീർച്ചയായിട്ടും മൾട്ടി ബാഗ് റിട്ടേൺ നൽകിയ ഒരു സ്റ്റോക്ക് കൂടിയാണ്. നിലവിൽ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 211 രൂപ എന്നുള്ള ഒരു നിലവാരത്തിലുമാണ്. ബെയിലിന്റെ പ്രധാനപ്പെട്ട ലെവലുകൾ ഏതൊക്കെയാണ്? സോ BHLന്റെ കേസിൽ കഴിഞ്ഞ ആഴ്ച ഒരു 52 വീക്കായി 241 രൂപയ്ക്ക് അടുത്ത് ക്രിയേറ്റ് ചെയ്തിരുന്നു. അതിനെ തുടർന്ന് കഴിഞ്ഞ 6 സെഷൻസിൽ വി ആർ സീയിങ് പ്രോഫിറ്റ് ടേക്കിംഗ്. ഈ ഒരു പ്രോഫിറ്റ് ടേക്കിങ്ങിനെ തുടർന്ന് ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷായി മാറുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ ബെറ്റർ ടു വൈൻഡ് അപ്പ് ദ ലോങ് പൊസിഷൻ. 195 രൂപയുടെ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ഈ സ്റ്റോക്കിൽ കനത്ത സെല്ലിങ്ങിന് വേണ്ടി നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കണം. ഇന്നിപ്പോൾ മാക്സ് ഫിനാൻഷ്യൽസിന്റെ പെർഫോമൻസ് വിലയിരുത്തുമ്പോൾ 2% ഒരു ഇടിവ് രേഖപ്പെടുത്തുന്നുണ്ട്. 961 രൂപ എന്ന റേഞ്ചിലാണ് മാക്സ് ഫിനാൻഷ്യൽ സർവീസസിന്റെ ഓഹരികൾ മുന്നോട്ട് പോകുന്നത്. ഈ ഒരു സ്റ്റോക്കിന്റെ ഒരു പ്രകടനം വിലയിരുത്തുന്ന സമയത്ത് ഈ വർഷം ആരംഭിച്ചതിന് ശേഷം ഒരു കാര്യമായിട്ട് പറയത്തക്ക ഒരു മുന്നേറ്റം ഈ ഒരു സ്റ്റോക്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. മാക്സ് ഫിനാൻഷ്യലിലുള്ള സാറിന്റെ ഒരു വ്യൂ എന്താണ്? സോ മാക്സ് ഫിനാൻഷ്യൽ നമുക്കൊരു ടേൺ റൗണ്ട് സ്റ്റോക്ക് ആയിട്ട് നമുക്ക് വിലയിരുത്താം. കാര്യം എന്തെന്നാൽ നവംബർ മാസത്തിൽ 1060 രൂപ എത്തിയതിനു ശേഷം കനത്ത സെല്ലിംഗ് നേരിട്ട ഒരു സ്റ്റോക്ക് ആയിരുന്നു മാക്സ് ഫൈനാൻഷ്യൽ. സോ മാക്സ് ഫൈനാൻഷ്യലിന് 860 രൂപയിൽ നല്ലൊരു സപ്പോർട്ട് ബേസ് ഫോം ചെയ്യുന്നുണ്ട്. ആ ഒരു സപ്പോർട്ട് ബേസ് ഫോം ചെയ്തതിനെ തുടർന്ന് സ്റ്റോക്ക് നല്ലൊരു നേട്ടം നൽകിയിരുന്നു. അതിനെ തുടർന്ന് കഴിഞ്ഞ 5 സെഷൻസിലായിട്ട് നമുക്ക് നല്ലൊരു പ്രോഫിറ്റ് ടേക്കിംഗ് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്ന സമയത്ത് നമുക്ക് 920, 940 ആ റേഞ്ചിൽ ഒരു ലോങ് പൊസിഷൻ എടുക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതൊരു ലോ റിസ്ക് ബൈങ് അവസരമായിരിക്കും. എസ് പ്രദീപ് സർ, അദാനി ഗ്രൂപ്പ് സ്റ്റോക്കുകളിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇന്നൊരു സമ്മിശ്ര പ്രതികരണം തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷെ അദാനി ഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളം മൂഡീസ് റേറ്റിംഗ് ഏജൻസി അദാനി ഗ്രൂപ്പിലെ 4 കമ്പനികളുടെ റേറ്റിംഗ് നെഗറ്റീവിൽ നിന്ന് സ്റ്റേബിളിലേക്ക് റിവൈസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വാർത്ത തന്നെയാണ്. അത്തരത്തിൽ അദാനി ഗ്രൂപ്പ് കമ്പനികളുടെ പെർഫോമൻസിലേക്ക് വന്നാൽ അദാനി പവർ ആണ് കഴിഞ്ഞ വർഷം ഏറ്റവും അധികം നിക്ഷേപകർക്ക് നേട്ടം നൽകിയിട്ടുള്ള ഒരു സ്റ്റോക്കായിട്ട് വിലയിരുത്താനാവുക. ഏകദേശം 300% അടുത്തുള്ള ഒരു നേട്ടമാണ് ഈ ഒരു സ്റ്റോക്ക് നൽകിയിട്ടുള്ളത് എന്നും കാണാം. അദാനിയുടെ ലിസ്റ്റഡ് സ്പേസിലുള്ള 10 സ്റ്റോക്കുകളിൽ നിന്നും സാറിന്റെ ഒരു ടോപ്പ് പിക്ക് ആയിട്ട് വരുന്ന സ്റ്റോക്ക് ഏതാണ്? സോ അറ്റ് ദ മൊമെന്റ് ഇന്നത്തെ ട്രേഡിംഗിന് വേണ്ടി എന്റെ ടോപ്പ് പിക്ക് വിൽ ബി അഡാനി പോർട്ട്. കാര്യം എന്തെന്നാൽ അഡാനി പോർട്ട് ഇന്നലെ മാർക്കറ്റിൽ ഒരു നല്ല ക്ലോസിംഗ് ആയിരുന്നു നമുക്ക് നൽകിയത്. അഡാനി പോർട്ടിന്റെ കേസിൽ നമ്മൾ ഏറ്റവും മുഖ്യമായിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് 1290 രൂപ. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ സ്റ്റോക്കിൽ നല്ലൊരു മുന്നേറ്റം എക്സ്പെക്ട് ചെയ്യാം. അതേസമയം നമുക്ക് അഡാനി ടോട്ടൽ ഗ്യാസിന്റെ കേസിൽ നമുക്ക് ഒത്തിരി ശ്രദ്ധ കൊടുക്കേണ്ടിയിരിക്കുന്നു. കാര്യം എന്തെന്നാൽ ആ സ്റ്റോക്കും കഴിഞ്ഞ ഒത്തിരി ആഴ്ചകളായിട്ട് ഇറ്റ് ഇസ് കൺസോൾട്ടേറ്റിംഗ്. അഡാനി ടോട്ടൽ ഗ്യാസിന്റെ കേസിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് 1085 രൂപ. ഇന്നിപ്പോൾ EIH ലിമിറ്റഡിന്റെ ഓഹരികളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ 1.18% ഒരു മുന്നേറ്റം രേഖപ്പെടുത്താൻ വേണ്ടി സാധിക്കുന്നുണ്ട്. 392 രൂപ എന്ന റേഞ്ചിലാണ് ഈ ഒരു സ്റ്റോക്ക് മുന്നോട്ട് പോകുന്നത്. ഈ ഒരു സ്റ്റോക്കിനെ സംബന്ധിച്ച് സാറിന്റെ ഒരു എക്സ്പെക്ടേഷൻസ് എന്താണ്? ലോങ് ടേം പെർസ്പെക്റ്റീവിൽ നമുക്ക് ഈ ഒരു സ്റ്റോക്കിനെ കൺസിഡർ ചെയ്യാൻ സാധിക്കുമോ? തീർച്ചയായിട്ടും. EIHന്റെ കേസ് എടുക്കുമ്പോഴേക്കും ഡിസംബർ മാസത്തിൽ 220 രൂപയിലായിരുന്നു അതിന്റെ ഒരു ബോട്ടം. ഒരു കറക്ഷൻ പോലും നൽകാതെ കഴിഞ്ഞ ആഴ്ചത്തെ ട്രേഡിംഗിൽ 420 രൂപ വരെ നമുക്ക് നേട്ടം നൽകിയ ഒരു സ്റ്റോക്കാണ് EIH. കഴിഞ്ഞ 5 സെഷൻസിൽ വി ആർ സീയിങ് നൈസ് പ്രോഫിറ്റ് ടേക്കിംഗ് ഹാപ്പനിങ്. ഈ സ്റ്റോക്ക് ഇന്നും നാളെയൊക്കെ പ്രോഫിറ്റ് ടേക്കിംഗ് നേരിട്ട് നമുക്ക് ഈ സ്റ്റോക്കിൽ ഒരു 320, 340 റേഞ്ചിൽ ലോങ് പൊസിഷൻ എടുക്കാൻ പറ്റുമെങ്കിൽ ദാറ്റ് വിൽ ബി എ ലോ റിസ്ക് ബൈങ് ഓപ്പർച്യൂണിറ്റി. പ്രദീപ് സർ, ഇന്നിപ്പോൾ റെയിൽവേ സെഗ്മെന്റിൽ നിന്നും റെയിൽടെലിന്റെ ഓഹരികളിലേക്ക് വന്നാൽ 4.22% ഒരു മുന്നേറ്റം കാണാൻ സാധിക്കുന്നുണ്ട്. 385 രൂപയാണ് ഇന്നത്തെ ഒരു ഇൻട്രാഡേ ഹൈയിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഉയർന്ന നിലവാരം എന്ന് പറയുന്നത്. റെയിൽടെൽ കോർപ്പറേഷന്റെ പ്രധാനപ്പെട്ട ലെവലുകൾ ഏതൊക്കെയാണ്?
സോ റെയിൽടെലിന്റെ കേസിൽ കഴിഞ്ഞ ആഴ്ചത്തെ ട്രേഡിംഗിൽ ഇതൊരു റെക്കോർഡ് ഓൾ ടൈം ഹൈ 460 രൂപ വരെ നേട്ടം നൽകിയിരുന്നു. അതിനെ തുടർന്ന് നമുക്ക് സ്റ്റോക്കിന്റെ കേസിൽ വി ആർ സീയിങ് ലോട്ട് ഓഫ് പ്രോഫിറ്റ് ടേക്കിംഗ്. സോ ഇന്നത്തെ ട്രേഡിംഗിൽ നമ്മുടെ കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ലോങ് പൊസിഷൻസ് വൈൻഡ് അപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. കാര്യം എന്തെന്നാൽ സ്റ്റോക്കിന് 460 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വളരെ വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഇന്ന് ഗോ ഫാഷന്റെ ഓഹരികളിലേക്ക് നോക്കുകയാണെങ്കിൽ 0.5% ഒരു ഇടിവോട് കൂടിയിട്ടാണ് മുന്നോട്ട് പോകുന്നത്. 1188 എന്ന റേഞ്ചിലാണ് ഗോ ഫാഷന്റെ ഓഹരികൾ ട്രേഡിംഗ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഗോ ഫാഷന്റെ ഒരു പെർഫോമൻസ് നമ്മൾ വിലയിരുത്തുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വർഷം ആരംഭിച്ചതിന് ശേഷം ഈ ഒരു സ്റ്റോക്കിന്റെ ഒരു പെർഫോമൻസ് വിലയിരുത്തുമ്പോഴും 6% ഒരു നെഗറ്റീവ് റിട്ടേൺ ആണ് ഈ ഒരു സ്റ്റോക്ക് നൽകിയിരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഗോ ഫാഷനെ സംബന്ധിച്ച് സാറിന്റെ ഒരു വിലയിരുത്തൽ എന്താണ്? ഗോ ഫാഷനിൽ നമുക്കൊരു എൻട്രി പോസിബിൾ ആണെങ്കിൽ ശ്രദ്ധിക്കേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? സോ ഗോ ഫാഷന്റെ കേസിൽ നവംബർ മാസത്തിൽ 1360 രൂപയിലായിരുന്നു ഇതിന്റെ ട്രേഡിംഗ് നടന്നത്. ആൻഡ് കഴിഞ്ഞ ആഴ്ചത്തെ ട്രേഡിംഗിൽ ഓൾമോസ്റ്റ് 300 രൂപയുടെ ഇടിവിന് ശേഷം സ്റ്റോക്ക് ഒരു ബോട്ടം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് 1040 രൂപയിൽ. സോ അതിനുശേഷം വി ആർ സീയിങ് എ ലോട്ട് ഓഫ് ഫ്രഷ് ബൈയിങ് ഹാപ്പനിങ്. സ്റ്റോക്കിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു സപ്പോർട്ട് എനിക്ക് കാണാൻ ഇപ്പോൾ സാധിക്കുന്ന 1120 മുതൽ 1160 റേഞ്ചിൽ. ആ ഒരു റേഞ്ചിൽ നമുക്ക് ലോങ് പൊസിഷൻ എടുക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ലോങ് പൊസിഷൻ കൺസിഡർ ചെയ്യാം. ബട്ട് സ്റ്റോക്കിന്റെ കേസിൽ ലോങ് ടേം ട്രെൻഡ് തിരിച്ച് ബുള്ളിഷ് വഴിമാറണമെങ്കിൽ സ്റ്റോക്ക് 1240 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. 1240 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് ലോങ് ടേമിന് വേണ്ടി ഈ സ്റ്റോക്കിൽ ഒരു പൊസിഷൻ എടുക്കാൻ സാധിക്കത്തുള്ളൂ. പ്രദീപ് സാർ, പലപ്പോഴായിട്ട് നമ്മുടെ ഈ ഫോറത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റോക്കാണ്. സാർ ഒരുപാട് എക്സ്പെക്ട് ചെയ്യുന്ന ഒരു നേട്ടം നൽകുന്ന ഒരു സ്റ്റോക്ക് എന്ന നിലയ്ക്ക് താങ്കൾ ഒരുപാട് തവണ ഷെയർ ചെയ്തിട്ടുള്ള ഒരു സ്റ്റോക്കാണ് തമിഴ്നാട് മെർക്കന്റൈൽ ബാങ്ക്. ഇന്നിപ്പോൾ 1.27% ഒരു ഇടിവാണ് ഈ ഒരു സ്റ്റോക്ക് രേഖപ്പെടുത്തുന്നത്. ഈ സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം ഇയർ ടു ഡേറ്റ് 3.5% ഒരു നെഗറ്റീവ് റിട്ടേൺ ആണ് നൽകിയിട്ടുള്ളത്. കഴിഞ്ഞ വർഷത്തെ പെർഫോമൻസ് നോക്കിയാലും കാര്യമായിട്ടുള്ള ഒരു നേട്ടങ്ങൾ ഒന്നും തന്നെ ഈ സ്റ്റോക്ക് നൽകിയിട്ടില്ല എന്നും കാണാം. അവസാനമായിട്ട് 52 ആഴ്ചയിലെ ഉയർന്ന വില രേഖപ്പെടുത്തിയിരിക്കുന്നത് 611 രൂപ എന്നുള്ള ഒരു നിലയ്ക്ക് സെപ്റ്റംബർ 2023 11-ാം തീയതിയാണ്. ഈ സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം ഈ ഇത്തരത്തിലുള്ള ഒരു പെർഫോമൻസിനെ സാർ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? സോ അൺഫോർച്ചുനേറ്റ്ലി ഞാൻ എക്സ്പെക്ട് ചെയ്ത പോലെ ഈ സ്റ്റോക്ക് പെർഫോം ചെയ്തിട്ടില്ല. കാര്യം എന്തെന്നാൽ ഞാൻ ഈ സ്റ്റോക്കിൽ ഒരു ടേൺ റൗണ്ട് ആയിരുന്നു എക്സ്പെക്ട് ചെയ്തത് കഴിഞ്ഞ 3-4 ആഴ്ചകളായിട്ട്. ആൻഡ് അൺഫോർച്ചുനേറ്റ്ലി ഓവറോൾ ബാങ്കിങ് സെക്ടറിലുള്ള നെഗറ്റിവിറ്റിയെ തുടർന്ന് ഈ സ്റ്റോക്കിൽ നമുക്ക് ഒത്തിരി നെഗറ്റീവ് ബയസ് കാണാൻ സാധിക്കുന്നുണ്ട്. അറ്റ് ദ മൊമെന്റ് നമ്മൾ ഈ സ്റ്റോക്കിൽ ശ്രദ്ധിച്ചിരിക്കേണ്ട ഇമ്പോർട്ടന്റ് റെസിസ്റ്റൻസ് ലെവൽ 520 രൂപ. 520 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ മാത്രമേ നമുക്ക് സേഫ് ആയിട്ട് ഒരു ബൈയിങ് അവസരം ഈ സ്റ്റോക്കിൽ ലഭിക്കാൻ പോകുന്നുള്ളൂ. മറ്റൊരു സ്റ്റോക്ക് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് ആസ്ട്ര മൈക്രോവേവ് പ്രൊഡക്ട്സിനെ കുറിച്ചാണ്. ഇന്നത്തെ വിപണിയിൽ 0.67% ഒരു ഇടിവ് രേഖപ്പെടുത്തുന്നുണ്ട്. ആസ്ട്ര മൈക്രോവേവ് 52 ആഴ്ചയിൽ ഉയർന്ന നിലയിലേക്ക് എത്തിയത് ഈ ഫെബ്രുവരി 9-ാം തീയതി ആയിരുന്നു. 694 രൂപ എന്നൊരു ഹൈയിലേക്ക് ഉയരാൻ വേണ്ടിയിട്ട് ഈ ഒരു സ്റ്റോക്കിന് സാധിച്ചിട്ടുണ്ട്. നിലവിൽ 632 രൂപ റേഞ്ചിലാണ് മുന്നോട്ട് പോകുന്നത്. ആസ്ട്ര മൈക്രോവേവിനെ സംബന്ധിച്ച് സാറിന്റെ ഒരു മുന്നോട്ടേക്കുള്ള ഒരു എക്സ്പെക്ടേഷൻസ് എന്താണ്? സോ ആസ്ട്ര മൈക്രോവേവ് നവംബർ മാസത്തിന് ശേഷം നല്ലൊരു കൺസോൾട്ടേഷൻ നേരിടുകയായിരുന്നു. ആൻഡ് ഒരു 10 ദിവസങ്ങൾക്ക് മുൻപായിരുന്നു പുതിയൊരു ബൈയിങ് ഇൻട്രസ്റ്റ് ഈ സ്റ്റോക്കിൽ നമുക്ക് കാണാൻ സാധിച്ചത്. സ്റ്റോക്കിന്റെ നിലവിലുള്ള ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി തന്നെ തുടരുന്നുണ്ട്. നമുക്ക് ഈ സ്റ്റോക്കിൽ 590, 610 ആ റേഞ്ചിൽ ഒരു ലോങ് പൊസിഷൻ എടുക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതൊരു ലോ റിസ്ക് ബൈയിങ് അവസരമായിരിക്കും. എസ് പ്രദീപ് സർ, ഏഷ്യൻ പെയിന്റ്സിനെ കുറിച്ചാണ് ചോദിക്കുന്നത്. ഇന്നിപ്പോൾ 0.5% ഇടിവോട് കൂടിയിട്ട് 2947 രൂപ എന്നുള്ള ഒരു നിലവാരത്തിലാണ് ട്രേഡ് ചെയ്യുന്നത്. കഴിഞ്ഞ വർഷത്തെ ഒരു പെർഫോമൻസ് പരിഗണിച്ചാൽ 5.5% ഒരു മാത്രം മുന്നേറ്റം നൽകിയ ഒരു സ്റ്റോക്കാണ് ഏഷ്യൻ പെയിന്റ്. ഇയർ ടു ഡേറ്റ് 13.36% ഒരു ഇടിവ് കൂടി ഒരു നെഗറ്റീവ് റിട്ടേൺ നൽകിയിട്ടുള്ള സ്റ്റോക്കായിട്ട് കൂടി വിലയിരുത്താം. 3568 രൂപ എന്നുള്ള ഒരു ലെവൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് കഴിഞ്ഞ വർഷം ജൂലൈ 24-ലുമാണ്. ഏഷ്യൻ പെയിന്റ് ഹോൾഡ് ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സ് സ്വീകരിക്കേണ്ട നിലപാട് എന്താണ്? സോ ഏഷ്യൻ പെയിന്റ്സ് കൈവശം ഓൾറെഡി ഉണ്ടെങ്കിൽ അത് ഹോൾഡ് ചെയ്യുക. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റോക്ക് അതിന്റെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു സപ്പോർട്ട് ലെവൽ 2900 രൂപയിലാണ് ട്രേഡിംഗ് നടത്തി വരുന്നത്.
ആ ഒരു സപ്പോർട്ട് ലെവലിൽ നിലനിൽക്കും എന്നാണ് ഞാനിപ്പോൾ വിശ്വസിക്കുന്നത്. എങ്കിലും സ്റ്റോക്കിൽ നമുക്കൊരു പുതിയ ബൈങ് അവസരം ലഭിക്കണമെങ്കിൽ 3010 റെസിസ്റ്റൻസ് ശ്രദ്ധിച്ചിരിക്കുക. ദർസ് എ ഹൈ പോസിബിലിറ്റി വരും സെഷൻസിൽ ആ ഒരു റെസിസ്റ്റൻസ് ലെവൽ ബ്രേക്ക് ചെയ്യപ്പെടുമെന്ന്. ഇത് ട്രേഡിംഗ് സ്പെക്കുലേഷന് വേണ്ടിയല്ല, ഇത് നമുക്ക് ഒരു ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് വേണ്ടി തന്നെ ഈ സ്റ്റോക്കിൽ ലോങ് പൊസിഷൻ കൺസിഡർ ചെയ്യാം. LIC ഹൗസിംഗ് ഫിനാൻസ് ലിമിറ്റഡിന്റെ ഓഹരികളിൽ സംബന്ധിച്ച് ഇന്നിപ്പോൾ 0.85% ഒരു ഇടിവിൽ 625 രൂപ റേഞ്ചിലാണ് ട്രേഡിംഗ് നടത്തുന്നത്. എങ്കിൽ പോലും ഫെബ്രുവരി 7 ആയിരുന്നു അതിന്റെ ഒരു 52 വീക്ക് ഹൈയിലേക്ക് ഉയർന്നിട്ട് 669 രൂപ 80 പൈസ എന്ന റേഞ്ചിലേക്ക് ഒരു സ്റ്റോക്ക് ഉയർന്നിട്ടുണ്ടായിരുന്നത്. LIC ഹൗസിംഗ് ഫിനാൻസ് ലിമിറ്റഡ് കൈവശമുള്ള നിക്ഷേപകർ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? സോ LIC ഹൗസിംഗ് ഫൈനാൻസ് കയ്യിലുണ്ടെങ്കിൽ 615 രൂപ നമ്മൾ സപ്പോർട്ടായിട്ട് ശ്രദ്ധിച്ചിരിക്കുക. 615 ശേഷം മേജർ സപ്പോർട്ട് കാണുന്നത് 575 രൂപയിലാണ്. എനിക്ക് തോന്നുന്നില്ല 575 രൂപയുടെ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെടുമെന്ന്. അറ്റ് ദ സെയിം ടൈം മേജർ റെസിസ്റ്റൻസ് കാണുന്ന 665 രൂപയിൽ. എസ് പ്രദീപ് സർ, ലാർസൻ ആൻഡ് ടൂബ്രോയെ കുറിച്ചാണ് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. സ്റ്റോക്ക് ഇന്ന് ഏതാണ്ട് 1.5% ഇടിവ് രേഖപ്പെടുത്തുന്നു, 3273 രൂപ എന്നുള്ള ഒരു നിലവാരത്തിൽ കൂടി. ലാർസൻ ആൻഡ് ടൂബ്രോയുടെ ഇയർ ടു ടിൽ ഡേറ്റ് പരിശോധിച്ചാൽ 7.9% ഒരു നെഗറ്റീവ് റിട്ടേൺ നൽകിയിട്ടുള്ള ഒരു സ്റ്റോക്ക് ആയിട്ട് കൂടി ഇപ്പോൾ വിലയിരുത്താൻ സാധിക്കുന്നുണ്ട്. L&Tയുടെ പ്രധാനപ്പെട്ട ലെവലുകൾ ഏതൊക്കെയാണ്? സോ L&T ഈ വർഷം റെക്കോർഡ് ഓൾ ടൈം ഹൈ ലെവൽ 3720 രൂപ വരെ നേട്ടം നൽകിയിരുന്നു. അതിനെ തുടർന്ന് നമുക്ക് ഈ സ്റ്റോക്കിൽ ഒരു നല്ല ഹെൽത്തി കറക്ഷൻ കാണാൻ സാധിക്കുന്നത്. സ്റ്റോക്കിന്റെ കേസിൽ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഇനി ശ്രദ്ധിച്ചിരിക്കേണ്ടത് 3200 രൂപ. 3200 രൂപ കഴിഞ്ഞാൽ അതിന്റെ അടുത്ത മേജർ സപ്പോർട്ട് ലെവല് 3120 രൂപയിലും ആയിരിക്കും. ഏതായാലും താങ്കൾ ഫ്രീ ആക്കുന്നതിന് മുൻപ് താങ്കൾ ഇന്നിപ്പോൾ പ്രധാനമായിട്ടും ഏതെങ്കിലും സ്റ്റോക്കുകൾ ഫോക്കസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ? അൺഫോർച്ചുനേറ്റ്ലി ഒന്നും തന്നെ ഇല്ല. മാർക്കറ്റിന്റെ അവസാനത്തെ അരമണിക്കൂറിൽ നമ്മൾ ഇന്ന് ശ്രദ്ധിച്ചിരിക്കേണ്ടത് വീണ്ടും പബ്ലിക് സെക്ടർ ബാങ്കിങ് സ്റ്റോക്സ് ആയിരിക്കണം. PSU ബാങ്കിങ് സ്റ്റോക്സിൽ അവസാനത്തെ അരമണിക്കൂറിൽ പുതിയ ബൈയിങ് ഇൻട്രസ്റ്റ് വരുന്നുണ്ടെങ്കിൽ നമുക്ക് ലോ റിസ്ക് ആയിട്ട് ആ സ്റ്റോക്സിലൊക്കെ തന്നെ ഒരു ബൈയിങ് പൊസിഷൻ എടുക്കാൻ സാധിക്കും. അതേസമയം ഇന്നത്തെ വേറെ ഒരേ ഒരു സ്റ്റോക്ക് ഇപ്പൊ എന്റെ ശ്രദ്ധയിലോട്ട് വന്നുകൊണ്ടിരിക്കുന്നത് ഇറ്റ് ഈസ് മാരുതി സുസുക്കി.